പുറത്തു പോയത് ആശുപത്രിയിലേക്കാണോ അതോ ചെക്കപ്പ് വല്ലതും ചെയ്യാനാണോ? ചെക്കപ്പ് ചെയ്യാനല്ല സുധാമണി, ചെക്ക് ചെയ്യാൻ വേണ്ടിയാ. മനസ്സിലായില്ല. വേണ്ട സുധാമണി, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കണ്ട. നീ അതൊന്നും അറിയണ്ട. പറയുന്നത് കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തായാലും പറയൂ. പറയുന്നത് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് കേൾക്കുന്നത് സുധയ്ക്ക് സങ്കടമാകും. എന്തായാലും എനിക്കറിയണം, പറയണം. ജീവിതത്തിൽ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന നിമിഷമാണ്. അറിയാതെയാണെങ്കിലും നീ എന്നെ ഒന്ന് തൊട്ടല്ലോ. പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറയൂ. അത് അപർണയെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ പറയണ്ടായിരുന്നു. നീ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോ പറയുന്നത്. കുറച്ച് ദിവസമായി ബാലുവിന്റെ അപർണയുടെ ഇടയില് ഒരു പൂച്ചല് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. നീയും മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഞാൻ അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ ഞാൻ കരുതിയത് നമ്മുടെ മോൻ ആവശ്യമില്ലാതെ ആ കുട്ടിയുടെ മേൽ കുറ്റം കണ്ടുപിടിക്കുന്നെന്നാ. പക്ഷേ പിന്നെ മനസ്സിലായി. പിന്നെ എന്ത് മനസ്സിലായി? അപർണ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര നല്ല ആളൊന്നുമല്ല. ഏയ്, അപർണയെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. കണ്ടോ, ഇതുകൊണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. നീ നിർബന്ധിച്ചത് കൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു. പക്ഷെ പറഞ്ഞപ്പോൾ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല. ലോകം അങ്ങനെയാ, കയ്പുള്ള സത്യം ഇഷ്ടപ്പെടില്ല. എന്തായാലും നീ വിഷമിക്കണ്ട, ഞാനൊന്നും പറയുന്നില്ല. അല്ല, എന്തായാലും ഇത്രയും പറഞ്ഞതല്ലേ, ബാക്കി കൂടി പറയണം. അല്ല സുധേ, നീ കേൾക്കണ്ട. എനിക്കറിയണം. ശരി, പറയാം. ആ കുട്ടി ചില സമയങ്ങളിൽ ഒറ്റയ്ക്ക് നിന്ന് ഫോൺ ചെയ്യുകയും കൊഞ്ചിക്കുഴിയൊക്കെ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കിരൺ എന്ന ആളോടാ ഈ കൊഞ്ചലും കുഴിയിലും എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ ഞാൻ അറിഞ്ഞത് ഈ കിരൺ എന്ന് പറയുന്നത് അവളുടെ MD തന്നെയാണ്. അപർണ ഇപ്പോ ഓഫീസിൽ നിന്ന് വരുന്നതും ഓഫീസിലേക്ക് പോകുന്നതും ബാലു ഒന്നിച്ചല്ല. നീയും അത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഇന്ന് ഞാൻ മനഃപൂർവ്വം അവളെ പിന്തുടർന്നു. എന്നിട്ട് എന്തോ എനിക്കിതൊന്നും അത്ര സുഖമുള്ളതായിട്ട് തോന്നുന്നില്ല. ഞാൻ പറയാം, കൃത്യമായി കാര്യങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ പറയാം. ഇനി ആ അപർണ എനിക്കെതിരെ എന്തു പറഞ്ഞാലും സുധാമണിയോ ഈ വീട്ടിലെ ആരെങ്കിലും വിശ്വസിക്കില്ല. എന്തായാലും അവളുടെ ഫോൺ പരിശോധിച്ചേ മതിയാവും. പല തെളിവുകളും ആ ഫോണിൽ നിന്ന് കിട്ടും. പലതും അവൾ ഡിലീറ്റ് ചെയ്തു.
വിഘ്നേശ്വര, നീ പിന്നെയും എന്നെ പരീക്ഷിക്കുകയാണോ? എവിടെയാ സത്യം? എന്റെ മനസ്സ് അദ്ദേഹത്തെ ഒന്ന് വിശ്വസിച്ച് വരികയായിരുന്നു. എവിടെയോ ഒരടുപ്പം വന്നു തുടങ്ങുകയായിരുന്നു. പക്ഷെ ആയിരിക്കണേ ഭഗവാനെ, ഒക്കെ മാധവം എന്റെ തോന്നലുകളായിരിക്കണേ. അദ്ദേഹം അപർണ മോളെ കുറിച്ച് പറഞ്ഞതും തെറ്റായിരിക്കണേ ഭഗവാനെ. എല്ലാം നല്ല പടിയെ നടത്തണേ. പ്ലാൻ ചെയ്തതെല്ലാം വളരെ കൃത്യതയോടെയാണ് ഇതുവരെ നടന്നത്. അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഞാനും അവളും കൂടി മൂന്നാറിൽ പോകും. അവിടെ നിന്ന് അവൾ അപ്രത്യക്ഷമാവുകയും ചെയ്യും. അവൾ അപ്രത്യക്ഷാവെന്ന് വെച്ചാ? എന്നുവെച്ചാ കൊല്ലുമെന്നല്ല, അങ്ങനെ പേടിക്കണ്ട. വീട്ടിൽ നിന്നൊക്കെ അവൾ കാണാതാകും. പിന്നെ ഞാൻ തീരുമാനിച്ചാലേ അവൾക്ക് അനങ്ങാൻ പറ്റും. ഈ മാസത്തിനുള്ളിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കാര്യങ്ങൾ എത്തിച്ചേരും, അല്ലേ ആദർശ്? അതെ. പരിസ്ഥിതി ക്യാമ്പിന്റെ പേരും പറഞ്ഞ ഞാൻ അവളെ ഇവിടുന്ന് കടത്താൻ പോകുന്നത്. ഇടയ്ക്ക് കർണാടകയിൽ പോണമെന്നൊക്കെ ഒരു നാടകം നടത്തി. അതോടെ അവൾക്ക് എന്നെ പൂർണ്ണ വിശ്വാസമായി. പരിസ്ഥിതി ക്യാമ്പ് മൂന്നാറില. അതിനുവേണ്ടി ഇന്നും പറഞ്ഞ് ഞങ്ങൾ മൂന്നാറിലെത്തും. അവിടെ എന്റെ ടീം കാത്തു നിൽക്കുന്നുണ്ടാവും. മൂന്നാറിലെത്തിയ കരാറ് പ്രകാരമുള്ള മുഴുവൻ കാശും തരണം. അതൊന്നും പേടിക്കണ്ട, പറഞ്ഞതിലും കൂടുതൽ തരും. അതെ, ആ മീനാക്ഷിയെ മുന്നിൽ നിർത്തി ആ കുടുംബത്തെ തൊലച്ച് കയ്യിൽ തരണം. പറഞ്ഞതിലും ഇരട്ടിപ്പണം ഞാൻ തരും. എന്നാൽ കാശൊക്കെ റെഡിയാക്കി വെച്ച സാറേ, 3-ാം തീയതി ഞാൻ ഉടനെ അറിയിക്കും. ബാലു ഇന്ന് നേരത്തെ പോയല്ലോ. ഒരുമിച്ചല്ലേ പോകുന്നെന്ന് ചോദിച്ചതാ. ബാലു മൈൻഡ് ചെയ്തില്ല. അപർണ, ഒരു മിനിറ്റ്. അപർണ ഇരിക്കെ. അപർണ, മറ്റൊരാളുടെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടുന്നത് മഹാബോറ. പക്ഷേ അപർണ എനിക്ക് വെറും സ്റ്റാഫ് മാത്രമല്ലല്ലോ. എന്താ സർ? ബാലുവായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? സാധാരണ എല്ലായിടത്തും ഉണ്ടാവുന്ന കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, അതൊക്കെ തന്നെ. അല്ല സർ, എന്താ ചോദിക്കാൻ കാര്യം? അല്ല, അത് ബാലു അപർണയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സത്യം പറഞ്ഞ ഞാനിത് പറയില്ലായിരുന്നു. പക്ഷേ പിന്നെ ചിന്തിച്ചപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ പറയണമെന്ന് തോന്നി. അറിയിക്കാതിരിക്കുന്നതാ കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമാവുന്നത്. അത് സർ, സാറിന് ചിലപ്പോ എനിക്ക് ചിലപ്പോ തോന്നിയതായിരിക്കുമെന്നോ?
അപർണ വിഷമിക്കരുത്. ഞാനത് റെക്കോർഡ് ചെയ്തത് നിങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനല്ല, കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഭാര്യയുടെ മൊബൈൽ പരിശോധിക്കാന്ന് വെച്ചാ അത് അവളുടെ സ്വഭാവത്തെ മാത്രമല്ല, ചാരിത്രത്തെയും സംശയിക്കുന്ന പോലെയാ. യോ വെരി ബാഡ്, വെരി വെരി ബാഡ്. അല്ല, ബാലുവിന് എന്താ പറ്റിയത്? ഇതിപ്പോ ഞാൻ കണ്ടതുകൊണ്ട് ഓക്കെ. ബാലു അപർണയുടെ മൊബൈൽ പരിശോധിക്കുന്നത് വേറെ ഒരാളാണ് കണ്ടതെങ്കിലോ? അയാൾ അപർണയെ കുറിച്ച് എന്ത് കരുതും? ബാലുവിന്റെ സ്വഭാവത്തെ അല്ല, അപർണയുടെ സ്വഭാവത്തെ ആയിരിക്കും അയാൾ സംശയിക്കുന്നത്. അപർണയെ പോലെ ഇത്രയും പെർഫെക്റ്റ് ആയ ഒരാളോട് ബാലു ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. സർ, എന്താ അപർണ? സർ, ആ വീഡിയോ എനിക്കൊന്ന് സെൻഡ് ചെയ്യാമോ? വേണ്ട അപർണ, ഞാനിത് അപർണ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കാണിച്ചെന്നേ ഉള്ളൂ. ദേ, അതങ്ങ് ഡിലീറ്റ് ചെയ്തേക്കാം. എല്ലാം പെൻഡ്രൈവിൽ സേഫ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് മോളെ. ഈ വീഡിയോ ഇനി മൂന്നാമത് ആരുടെങ്കിലും കയ്യിൽ കിട്ടി അതൊരു സംസാരം ആവണ്ട. ശരി പറഞ്ഞ. ഞാൻ ഇത്ര ആത്മാർത്ഥത കാണിക്കുമ്പോ എന്റെ സ്വഭാവത്തെ ഇങ്ങനെ അവഹേളിക്കുകയാണോ? എന്റെ പാസ്വേഡ് മാറ്റാം. എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാലോ. അമ്മേ പ്ലീസ് അമ്മേ, ഇതൊരു പരിസ്ഥിതി ക്യാമ്പാ. സാധാരണ നടക്കുന്ന ടൂർ പോലെയൊന്നും അല്ല. ഓ പിന്നെ ഇതിനകത്തെ പാർട്ടിസിപ്പൻസ് ഒക്കെ ജെന്യൂൻ ആൾക്കാരാ. പ്ലീസ് അമ്മേ, ഞാനാ ഇതിന്റെ കോർഡിനേറ്റർ. എന്തായാലും ശരി, വീട്ടിൽ നിന്ന് മാറി നിന്നിട്ടുള്ള ഒരു ക്യാമ്പിനും ഞാൻ സമ്മതിക്കുന്നു കരുതണ്ട. അമ്മേ ഓ അമ്മേ എന്താ മോളെ, എന്താ അമ്മയും മകളും കൂടിയിട്ട് ഒരു തർക്കം? ഇവക്ക് ക്യാമ്പിന് പോണത്ര, ഏതോ കാട്ടിലോ മലയിലോ. ഒന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കേ. അച്ഛാ, ഇത് നേച്ചർ ക്യാമ്പാ. നല്ല സാമൂഹ്യ ബോധമുള്ളവരാ ഈ ക്യാമ്പിലുള്ളത്. അച്ഛൻ ഒന്ന് അമ്മയോട് പറ പ്ലീസ്. മോളെ, ഇക്കാര്യത്തിൽ ഞാൻ അമ്മയുടെ കൂടെയാണ്. മോളെ, നീ ലോകം തിരിച്ചറിയാറായിട്ടില്ല. കണ്ണിന് മുന്നിൽ കാണുന്നതൊക്കെ സത്യമാണെന്ന് നീ വിചാരിക്കും. സാമൂഹ്യ ബോധമുള്ളവരാ ക്യാമ്പിൽ പങ്കെടുക്കുന്നതെന്നൊക്കെ നീ പറയുന്നു. നിന്റെ വിലയിരുത്തലുകളൊക്കെ ശരിയായിക്കൊള്ളണമെന്നില്ല മോളെ. എങ്കിൽ ശരി, ഞാൻ പറയുന്ന വിശ്വസിക്കണ്ട. ആദർശ് എന്ന് പറഞ്ഞ ചേട്ടനാ ക്യാമ്പിന്റെ ലീഡർ. അച്ഛൻ ആ ചേട്ടനെ ഒന്ന് കാണ്. അച്ഛൻ എല്ലാവരെയും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടല്ലോ. ആദർശ് ചേട്ടനോട് സംസാരിച്ച് ഓക്കെ ആണെന്ന് തോന്നുവാണെങ്കിൽ അച്ഛൻ എന്നെ ക്യാമ്പിൽ അയച്ചാ മതി. അത് മീനാക്ഷി പറഞ്ഞത് തന്നെയായോ? ഞാൻ ആദർശിനെ ഒന്ന് കാണട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ സുധേ. ശരി ബാലു, ഇന്നും നീ ഒറ്റയ്ക്കാ വന്ന? ആ. ഒന്ന് നിന്നേ. എന്താ 2-3 ദിവസമായിട്ട് നിങ്ങൾക്കിടയിൽ നടക്കുന്നേ? എന്താടാ, നമ്മളോട് തുറന്നു പറ. ഒന്നുമില്ല, ഒന്നുമില്ലമ്മേ. ബാലു ക്ഷീണിച്ചു വരികയല്ലേ, ഓരോന്ന് ചോദിച്ച് ബുദ്ധിമുട്ടിക്കണ്ട. നീ ചെല്ലുമോനെ. ബാലുവിന്റെ അപർണന്റെ ഇപ്പോഴത്തെ രീതികൾ കാണുമ്പോ പേടിയാവുക. നമ്മുടെ മോനൊരു അബദ്ധം പറ്റിയോന്നാ എന്റെ ഒരു സംശയം. എന്താ അച്ഛാ? ഏയ് ഒന്നുമില്ല, ഞാൻ പറയാം. വരട്ടെ.
പ്രമോദേ, ഞാൻ പ്ലാൻ ചെയ്ത കാര്യങ്ങള് ഇതാ ലക്ഷ്യത്തിലെത്താൻ പോവാണ്. മാക്സിമം ഒരാഴ്ച, ഒരൊറ്റ ആഴ്ച. അതിനിടയില് കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കും. എന്നുവെച്ചാ അപർണയും ബാലുവും പിരിയും. ആ ഒരു നിമിഷത്തിനു വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. ബാലുവിന്റെ മനസ്സില് സംശയരോഗം എന്ന രോഗത്തെ ഞാൻ കൃത്യമായി വളർത്തിയെടുത്തു. ഇനി ഊണിലും ഉറക്കത്തിലൊക്കെ ബാലു അപർണയെ സംശയിച്ചോണ്ടേയിരിക്കും. ഇന്നിവിടെ അപർണയുടെ മൊബൈല് പൂർണ്ണമായിട്ട് അവന് പരിശോധിക്കാൻ പറ്റിയില്ല. താൻ നോക്കിക്കോ, ഇന്ന് വീട്ടിലും അവൻ അപർണയുടെ ഫോൺ പരിശോധിക്കും. ഈ സംശയരോഗം എന്ന് വെച്ചാ ലോകത്തിലെ ഏറ്റവും മാരകമായ രോഗമല്ലേ പ്രമോദേ? പിന്നെ ക്യാൻസർ ആണെങ്കിൽ പോലും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം. സംശയരോഗത്തിന് പക്ഷേ ചികിത്സ ഇല്ല പ്രമോദേ, അത് കൊണ്ടേ പോവും. അപ്പുവിന്റെ ഫോൺ പരിശോധിക്കണം. ഫോൺ പരിശോധിച്ച എല്ലാ കള്ളവും വെളിച്ചത്ത് കൊണ്ടുവരാം. അന്ന് ചെക്ക് ചെയ്തപ്പോൾ അവൾ വന്നു. ഇനിയപ്പോ ഒന്നും പ്രശ്നമല്ല. ആ, ഞാനിപ്പോ കട്ട് ചെയ്യാണേ, തിരിച്ചു വിളിക്കാം. പാസ്വേഡ് മാറ്റിയോ? അപ്പൊ എന്നെ കാണിക്കാനാ ബാലു എന്നുള്ള പാസ്വേഡ് ഇട്ടത്. ആ പാസ്വേഡ് ഞാൻ മാറ്റി ബാലു. മനസ്സിലായി, എന്നെ പറ്റിക്കാൻ വേണ്ടിയാ ആ പാസ്വേഡ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായി.